أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. وعن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم: إنكم لتحرصون على الإمارة وستكون حسرة يوم القيامة. يا عبد الله بن السمرة لا تسأل الإمارة فإنك إن أوتيتها عن مسألة وكلت إليها وإن أوتيتها من غير مسألة أعنت عليها. الله سبحانه وتعالى ജീവിതാവസാനം വരെ ഈമാൻ നിലനിർത്തി ഈമാനോടുകൂടി യാത്രയാകാനുള്ള ഭാഗ്യം നൽകുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഒന്നുപോയ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കൃപ കൊണ്ട് മാഫ് ചെയ്തു തരുമാറാവട്ടെ. ശിഷ്ടകാലം അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കാൻ ആവശ്യമായ ഈമാനികമായ ശക്തിയും അനുകൂല സാഹചര്യവും അല്ലാഹു നൽകുമാറാവട്ടെ. ഹജ്ജിൻ്റെ അമലുകൾ പൂർത്തിയാക്കാൻ ഭാഗ്യം കിട്ടിയവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹജ്ജുകളെ കബൂലാക്കുമാറാവട്ടെ. ആഫിയത്തോടുകൂടി മടങ്ങി വന്ന് ഹാജിയായി ജീവിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നൽകുമാറാവട്ടെ. നീ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു ഏറ്റവും അടുത്ത ഭാവിയിൽ പരിശുദ്ധ ഹർമകളിലെത്തി ഹജ്ജും ഉംറയും സിയാറത്തും സ്വീകരിക്കപ്പെട്ട അമലുകൾ നിർവഹിക്കാനുള്ള ഭാഗ്യം നൽകുമാറാവട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പ്രധാന സഹാബി അബൂദർ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ നബി തങ്ങളുടെ സദസ്സിൽ വന്നുകൊണ്ട് പരിശുദ്ധ പ്രവാചകരോട് ഏതെങ്കിലും ഒരു നാട്ടിൽ തന്നെ ഗവർണറായി നിയോഗിക്കണമെന്ന് ആവശ്യപ്പെട്ടു. സഹാബാക്കളിൽ പലരെയും പല നാടുകളിലേക്കും ഗവർണറായി നിയോഗിക്കപ്പെട്ടുകൊണ്ടിരുന്ന സമയത്താണ് അബൂദർ റളിയല്ലാഹു അൻഹു പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമക്ഷത്തിൽ വന്ന് ഇങ്ങനൊരു ആവശ്യം വെച്ചത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, താങ്കൾ ഒരു ബലഹീനനായ മനുഷ്യനാണ്. അധികാരം എന്ന് പറയുന്നത് ഒരു അമാനത്താണ്. ശേഷം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അധികാരം ദുനിയാവിൽ ഒരു അമാനത്താണ്, പരലോകത്ത് അതൊരു ഖേദമാണ്, ദുഃഖത്തിന് കാരണമാണ്. അതിൻ്റെ കടമകൾ കൃത്യമായി നിർവഹിക്കാൻ സാധിച്ചവർക്കൊഴികെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. മാത്രമല്ല, അദ്ദേഹത്തെ അല്ലാഹുവിൻ്റെ റസൂൽ ഒരു നാട്ടിലേക്കും ഗവർണറായി അധികാരം കൊടുത്ത് നിയോഗിച്ചുമില്ല.
നബിതങ്ങളുടെ നാവിൽ നിന്ന് ഇങ്ങനെ ഒരു അഭിപ്രായം വന്നപ്പോൾ അബൂദർ റളിയല്ലാഹു അൻഹുവിൻ്റെ ആഗ്രഹം പോയി. എല്ലാവരെയും ഓരോ നാടുകളിലേക്ക് നിയോഗിച്ചപ്പോൾ അദ്ദേഹത്തിന് തോന്നി, ഞാനും ഒരു നാട്ടിൽ പോയി ഗവർണറായാൽ ആ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി, ദീനിയായ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും വേണ്ടി എനിക്കും അധികാരത്തിൻ്റെ ബലത്തിൽ ചില കാര്യങ്ങൾ ചെയ്യാമല്ലോ എന്ന് അദ്ദേഹത്തിന് തോന്നി. നല്ല ഉദ്ദേശത്തിലാണ്. പക്ഷേ ആദരവായ റസൂലുള്ളാഹി തങ്ങൾ ആ പദവി അദ്ദേഹത്തിന് കൊടുത്തില്ല എന്ന് മാത്രമല്ല, അബൂദറെ, താങ്കളൊരു ബലഹീനനായ മനുഷ്യനാണ്, താങ്കളെ കൊണ്ട് അത്തരം സ്ഥാനമാനങ്ങളും അധികാരങ്ങളും ഒന്നും നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ബലഹീനത ബോധ്യപ്പെടുത്തി കൊടുക്കുക മാത്രമല്ല, ശേഷം തങ്ങൾ പറഞ്ഞൊരു കാര്യം, ഇതൊക്കെ അധികാരികൾക്കൊക്കെ ഈ ദുനിയാവിലെ താൽക്കാലിക സുഖങ്ങളൊക്കെ ഉള്ളൂ, അതെല്ലാം പിന്നീട് പരലോകത്ത്, പാരത്രിക ലോകത്ത് അതെല്ലാം അവർക്ക് ഖേദമായി വരും എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി സമാധാനിപ്പിച്ചു വിടുകയുണ്ടായി എന്ന് ഹദീസിൽ കാണാം. അധികാരമെന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ച് ഒരു ലഹരി പോലെയാണ്. അധികാരത്തിന് അടിമപ്പെട്ടു പോയാൽ, അല്ലെങ്കിൽ ഒരിക്കൽ അതിൻ്റെ രുചി അനുഭവിച്ചു പോയാൽ പിന്നീട് അത് കിട്ടാതിരുന്നാൽ വലിയ പ്രയാസമായിരിക്കും. എപ്പോഴും അധികാരം വേണം, സ്ഥാനമാനങ്ങൾ വേണമെന്ന മോഹം ഉണ്ടാകും ഹൃദയത്തിൽ. അത് ലോകം മുഴുവൻ അടക്കി ഭരിക്കുന്ന അധികാരിയാകണമെന്നൊന്നുമില്ല. ഒരു പഞ്ചായത്തിന്റെ അധികാരിയായാലും അങ്ങനെ തന്നെയാണ്. കൈവിട്ടു പോകുമ്പോൾ വിഷമം ഉണ്ടാവും. പിന്നീട് അത് കയ്യിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള തത്രപ്പാടും പരിശ്രമവും ഒക്കെ ആയിരിക്കും പിന്നെ നടക്കുക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാണ് പറഞ്ഞത്, നീ തൽക്കാലം അതൊന്നും ഏറ്റെടുക്കണ്ട, കാരണം അതൊരു രോഗം പോലെയാണ്. ഒരിക്കൽ അത് കിട്ടിയാൽ പിന്നീട് വീണ്ടും കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടാകും. അധികാരങ്ങൾ ലോകത്ത് നിലനിൽക്കാൻ വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ രക്തച്ചൊരിച്ചിൽ ഉണ്ടായിട്ടുള്ളത്. കൊലപാതകങ്ങൾ, ക്രൂരതകൾ, ചരിത്രം നാം ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും. അത് ഏറ്റവും കൂടുതൽ ലോകത്ത് നടമാടിയത്, അരങ്ങേറിയത് അധികാരം നിലനിർത്താൻ വേണ്ടിയാണ്, മറ്റൊന്നിനുമല്ല. അതുകൊണ്ട് തന്നെ ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ കാലഘട്ടത്തിൽ കൊലപാതകങ്ങൾ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. കൊലപാതകങ്ങളുടെ .0 അല്ലെങ്കിൽ 1-2. ഇപ്പോൾ അത് എന്തുമാത്രം വർദ്ധിച്ചു എന്നുള്ളത് ഞാൻ പറയാതെ നിങ്ങൾക്കറിയുന്ന കാര്യം. അന്ന് അധികാര കൊതി ഇല്ല, ഇന്ന് അധികാര കൊതി കൂടി. നമുക്കറിയാം, ഇന്ത്യയിൽ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും തെരുവുകളിലൂടെ, റോഡുകളിലൂടെ ഒരു രഥം ഉരുണ്ടു. LK അഡ്വാനി നേതൃത്വം കൊടുത്ത ഒരു രഥയാത്ര. യഥാർത്ഥത്തിൽ എന്തിനായിരുന്നു? കാലങ്ങൾ കാത്തിരുന്നിട്ടും ഭരണം കൈവരാതെ വന്നപ്പോ അധികാര കൊതി തീർക്കാൻ വേണ്ടി, അത് കയ്യിലാക്കണമെന്നുള്ള ആഗ്രഹത്തിന്റെ പേരിൽ ചെയ്ത ഒരു നീക്കമായിരുന്നു ഒരു രഥയാത്ര. അല്ലാതെ ആൾക്കാരെ നന്നാക്കാനോ നാട് നന്നാക്കാനോ ഒന്നും നടത്തിയ ഒരു പരിപാടിയല്ല. നമുക്കൊക്കെ അറിയാം എന്തുമാത്രം മനുഷ്യർ അതിൻ്റെ പുറകിൽ കുരുതി കൊടുക്കപ്പെട്ടു. എത്രയോ സത്യവിശ്വാസികളെ കാരണമില്ലാതെ നടുറോഡിൽ വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തി, തീവച്ച് നശിപ്പിച്ചു. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഫാസിസ ഇന്ത്യയിൽ അധികാര കസേരയിലേക്ക് വരുന്നത്. ഞാനൊരു ഉദാഹരണം പറഞ്ഞത്, ഗുജറാത്ത് കലാപം നിങ്ങൾക്കറിയാം. ഇന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ നടന്ന 3000-ലധികം മുസ്ലിമീങ്ങളായ നിരപരാധികളെ കൊല ചെയ്ത ഒരു കലാപമാണ് ഗുജറാത്ത്. നമ്മളാരും മറന്നിട്ടില്ല.
യഥാർത്ഥത്തിൽ അതവിടെ ഒരു സന്ദർഭത്തിൽ പൊട്ടിപ്പുറപ്പെട്ടതൊന്നുമല്ല. വളരെ ഗൂഢമായ ആലോചനയുടെ ബാക്കിയായി അവിടെ നടമാടിയതാണ് ഗുജറാത്ത് കലാപം. അതിൻ്റെയും പുറകിൽ ഞാൻ പറഞ്ഞ ലക്ഷ്യമാണ് അധികാരം. കയ്യിലുള്ളത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, ഇല്ലാത്തത് കയ്യിലേക്ക് വരാൻ ധാരാളം ക്രൂര കൃത്യങ്ങൾ ഭരണാധികാരികൾ ചെയ്യാറുണ്ട്. അതിൻ്റെ ഭാഗമാണ് നാം ഈ കണ്ടതെല്ലാം. ഇതിലൊക്കെ കുരുതി കൊടുക്കപ്പെടുന്നത് സാധുക്കളായ, പാവങ്ങളായ, നിരപരാധികളായ മനുഷ്യരാണ്. ഒരിക്കലും ഒരു തെറ്റുകാരോ കുഴപ്പക്കാരോ ഒന്നുമല്ല. ഫാസിസം എന്ന് പറയുന്നത് ഒരാശയമാണ്, അല്ലാതെ ഒരു സംഘടനയുടെ മുഖമൊന്നുമല്ല. ശത്രുവിനെ സൃഷ്ടിക്കുക, പിന്നീട് അവരെ കൊല്ലുക, അങ്ങനെ അധികാരം നിലനിർത്തുക, അതാണ് അവരുടെ ശൈലി. നമ്മുടെയൊക്കെ നാടുകളിലും ഫാസിസം ഉണ്ട്, പേര് പറയാനേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞത്, അധികാരം നിലനിർത്താൻ വേണ്ടി മനുഷ്യർ ലോകത്ത് ചെയ്ത ക്രൂര കൃത്യങ്ങൾ ഒട്ടനവധിയാണ്. എന്നാൽ ഈ അധികാരം നിലനിർത്തുക എന്നുള്ളത് പോലും ലക്ഷ്യമാക്കാതെ വെറും വംശീയമായ ശത്രുതയുടെ പേരിൽ, മതവൈരത്തിന്റെ പേരിൽ ലോകത്ത് മനുഷ്യരെ ഏറ്റവും കൂടുതൽ കുരുതി കൊടുത്തിട്ടുള്ളത് യഹൂദരാണ്. യഹൂദന്മാർ, നമ്മുടെ ജൂതന്മാരെന്നൊക്കെ പറയുന്ന ഇന്ന് ഇസ്രായേലിൽ അധിവസിക്കുന്ന, അല്ലെങ്കിൽ അമേരിക്ക എന്ന ലോക കുത്തക രാഷ്ട്രം കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്ന ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുക്കളായ യഹൂദർ ആണ് ലോകത്ത് വംശീയമായ ശത്രുതയുടെ പേരിൽ ഏറ്റവും കൂടുതൽ മനുഷ്യനെ കൊന്നത്. കഴിഞ്ഞ ഈ വർഷം തന്നെ നമുക്കറിയാം, കഴിഞ്ഞ ഒരു വർഷത്തോളം, 1.5 വർഷത്തോളം നീണ്ടു നിന്ന ഗസ ആക്രമണം നമ്മൾ കണ്ടതാണ്. ഒരു മനുഷ്യൻ പോലും ഉൾക്കൊള്ളാത്ത തരത്തിലുള്ള ഹീനമായ, കുട്ടികളെന്നോ വൃദ്ധരെന്നോ സ്ത്രീകളെന്നോ മാറ്റമില്ലാതെ നിരപരാധികളായ, നിരായുധരായ, കഴിക്കാൻ ഭക്ഷണമില്ലാത്ത, കുടിക്കാൻ വെള്ളമില്ലാത്ത, ചികിത്സയ്ക്ക് ആശുപത്രികളില്ലാത്ത, ചെറിയൊരു മുനമ്പിൽ അവരെ തടവിലിട്ടതിന് ശേഷം ക്രൂരമായി കൊന്നുതള്ളിയ ഒരു ജനത. അന്നുകൊണ്ട് മനുഷ്യത്വം, അവര് മനുഷ്യനാണ്, അവരുടെ മനുഷ്യർക്കും വലിയ വിലയുണ്ട്. അള്ളാഹു നൽകിയ ജീവൻ എന്ന് പറയുന്ന അമൂല്യമായ വസ്തുക്കൾ, ആ വസ്തു അവർക്കുണ്ട്. ആ സമയത്ത് ലോകരാഷ്ട്രങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നിന്നു. ഗസ മുനമ്പിൽ മനുഷ്യരെ കൊല്ലുമ്പോ, പച്ചയ്ക്ക് കത്തിക്കുമ്പോ, എത്രയോ കെട്ടിടങ്ങൾ തകർത്ത് കളഞ്ഞപ്പോ, ആശുപത്രിയിൽ ബോംബിട്ടപ്പോ, അതിൻ്റെ ബാക്കി പത്രം എന്ന നിലയിൽ മരുന്നില്ലാതെ, ഭക്ഷണമില്ലാതെ, വെള്ളമില്ലാതെ ആയിരങ്ങൾ മരിച്ചു വീണു. തകർക്കപ്പെടുന്ന കെട്ടിടങ്ങൾക്കടിയിൽ 15ഉം 20ഉം ദിവസം പട്ടിണി കിടന്ന് മരിച്ച കുഞ്ഞുങ്ങൾ, ഇവരുടെ മുഖം നമ്മൾ കണ്ടതാണ്. ഹിംസ്ര ജന്തുക്കൾ പോലും ചെയ്യാത്തത്ര ക്രൂരത ലോകത്ത് നടത്തി. ഇസ്ലാമിനോട് അടങ്ങാത്ത വിരോധം, മുസ്ലിമീങ്ങളോട് അടങ്ങാത്ത വിരോധം ഉണ്ട് എന്ന് ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടത്. അവർ അള്ളാഹുവിനെ അന്നേരം ഓർത്തില്ല. മുകളിൽ ദൈവമുണ്ട്, അള്ളാഹു ഉണ്ടെന്നുള്ള കാര്യം അവർ മറന്നുപോയി. അധികാരം ഉണ്ടെങ്കിൽ എന്തും ചെയ്യാം, ആയുധമുണ്ടെങ്കിൽ എന്തും ചെയ്യാം, ആരാണ് ഞങ്ങളെ ചോദ്യം ചെയ്യാനില്ല എന്നുള്ള ധിക്കാരപരമായ നിലപാട്. എന്തുമാത്രം സഹിച്ചിട്ടുണ്ടാവും. അള്ളാഹു നമ്മളെ സമുദായത്തിൽ കക്കമാറാവട്ടെ. നമ്മുടെയൊക്കെ നാട്ടിൽ അതൊക്കെ വന്നാലേ അറിയുള്ളൂ എന്താണ് അതിൻ്റെ ഭീകരത. അതേപോലെ അതുകൊണ്ട് ഇപ്പോൾ മനുഷ്യത്വമുള്ളവർക്കൊക്കെ ഒരു സന്തോഷമാണ്. യഥാർത്ഥത്തിൽ സന്തോഷിക്കാൻ പാടില്ല, പക്ഷെ നമുക്ക് സന്തോഷം തോന്നുന്നതിന് കാരണം എന്താ? ഇത്രയും ക്രൂരത കാണിച്ചവർ അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം.
ഇറാനുമായി നടക്കുന്ന യുദ്ധത്തിൽ ഇസ്രായേലിലെ യഹൂദരായ നിരപരാധികൾ കൊല്ലപ്പെടുന്നതിൽ നമുക്ക് സങ്കടമുണ്ട്. കാരണം ഒരു മനുഷ്യത്വമാണ്. എന്നാലും ആ രാഷ്ട്രം കഴിഞ്ഞ വർഷം ചെയ്തു വെച്ച ക്രൂരതകൾ മനസ്സിൽ നിന്നും മായാത്തത് കൊണ്ട് ഹൃദയത്തിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു സന്തോഷം തോന്നുന്നുണ്ട്. അവർ ചെയ്ത അത്ര ഭീകരമായ ആക്രമണങ്ങളും കൊലപാതകങ്ങളും ക്രൂരതകളും ഒക്കെയാണ്. ചെറിയ കുഞ്ഞുങ്ങളോട് പോലും ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾ ഇന്ന് അവയവങ്ങളില്ലാതെ ജീവിക്കുകയാണ്. കൈയില്ലെങ്കിൽ കാലില്ല, കാലുണ്ടെങ്കിൽ കൈയില്ല. മരണപ്പെട്ടു പോയവരെക്കാൾ ദുരിതം പേര് ജീവിക്കുന്ന ലക്ഷങ്ങൾ. ചെറിയ മുനമ്പാകുന്ന ജയിലിലിട്ട് പാവങ്ങളെ കൊന്നുതള്ളി. ധാരാളം അറേബ്യൻ രാഷ്ട്രങ്ങൾ നമുക്ക് അന്നുമുണ്ട്. മുസ്ലിം രാഷ്ട്രങ്ങൾ എന്ന പേരിൽ, ഇസ്ലാമിക രാഷ്ട്രം എന്ന് പറഞ്ഞുകൂടാ, മുസ്ലിം രാഷ്ട്രങ്ങൾ ഇതൊക്കെ നിർവികാരതയോട് നോക്കി നിന്നു. ആരും ഒന്നും പറഞ്ഞില്ല. ശരിയായ നിലയിൽ പ്രതികരിച്ചിരുന്നെങ്കിൽ അവന്റെ അധികാരം കുറഞ്ഞാനെ. ചെയ്തില്ല. അന്ന് പാസ്സാക്കാത്ത പ്രമേയങ്ങൾ ഇന്ന് UN പാസ്സാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിന്റെ തലയിൽ ബോംബ് വീണ് തുടങ്ങിയപ്പോൾ UN പ്രമേയം പാസ്സാക്കാൻ വന്നു. ഏറെ ദുഃഖിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന ഒരു കാര്യം, ഇസ്രായേലിന് അനുകൂലമായി ഇറാനെതിരായി പ്രമേയം പാസ്സാക്കിയപ്പോൾ അതിൽ ഒപ്പിടാൻ 7 അറബ് രാജ്യങ്ങളും ഉണ്ടായെന്നുള്ളതാണ്. എത്ര സങ്കടകരമാണ്. ഇതാണ് ഇന്ന് ലോകത്തിന്റെ ഗതി. അക്രമികളുടെ കൈ കടന്നു പിടിക്കുന്നതിന് പകരം അവനെ പണം കൊടുത്ത് സഹായിക്കുന്ന, ആയുധം കൊടുത്ത് സഹായിക്കുന്ന, ക്രൂരതയ്ക്ക് കൂട്ടുനിൽക്കുന്ന ഒരു സാമൂഹിക അന്തരീക്ഷം ലോകത്ത് നിലനിൽക്കുകയാണ്. പക്ഷെ ഇതൊക്കെ നിലനിൽക്കുമ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനൊക്കെ പിടിക്കാൻ തീരുമാനിച്ചാൽ പിടിക്കും എന്നുള്ളൊരു തെളിവും കൂടെയാണ് ഇപ്പോൾ നമ്മൾ ഇസ്രായേൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിന്റെ നിലപാടിനേക്കാൾ ദുഃഖകരമാണ് ചില അറേബ്യൻ നാടുകളുടെ നിലപാട്. ഏറ്റവും വേദന തോന്നുന്നതാ. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഒരിക്കൽ അബ്ദുറഹ്മാൻ ഇബ്നു സമുറ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഓ അബ്ദുറഹ്മാൻ, നീ അധികാരം ചോദിക്കരുത്. നിനക്ക് ചോദിക്കാതെ ആഗ്രഹിക്കാതെ അധികാരം കിട്ടുകയാണെങ്കിൽ നീ വാങ്ങിച്ചോ, അള്ളാഹു നിന്നെ സഹായിക്കും. നീ അധികാരം ചോദിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ അത് നിന്റെ തലയിൽ അടിച്ചേൽപ്പിക്കപ്പെടും, നീ അതിൽ വിജയിക്കുകയില്ല എന്ന് അബ്ദുറഹ്മാൻ ഇബ്നു സമുറ റളിയല്ലാഹു അൻഹുവിനോട് സഹാബിയാണ് നബി തങ്ങൾ പറഞ്ഞു. എൻ്റെ ഉമ്മത്തുകളിൽ അവസാന കാലമാകുമ്പോൾ അധികാരത്തോടുള്ള കൊതി കൂടും. അവർ അതിനുവേണ്ടി പലതും ചെയ്യും എന്ന് ആദരവായി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സൗദി അറേബ്യയിൽ രാജഭരണമാണ്. പല അറേബ്യൻ നാടുകളിലും രാജഭരണം നടക്കുകയാണ്. ആ രാജഭരണത്തിന്റെ കീഴിൽ എന്തെങ്കിലും ഒരു വിരലനക്കം ഉണ്ടായവിടെ അവർക്ക് പേടിയാണ്. നഷ്ടപ്പെട്ടു പോകുമോ. ദീനിയായ ചലനങ്ങളെ പോലും അവർ സംശയത്തോടെ വീക്ഷിക്കുകയാണ്. പള്ളിയിൽ ജനങ്ങൾ കൂടിയാൽ, എവിടെയെങ്കിലും കൂടി ഒരു സമ്മേളനം നടത്തിയാൽ അവർ അതിനെ തടയാണ്. എന്താ കാരണം? അവർക്ക് ഇസ്ലാമിനോട് വിരോധമൊന്നുമില്ല, പക്ഷെ അധികാരം പോകുന്ന പേടി. സഹോദരന്മാർ, അതിനുവേണ്ടി അവർ ഈ ക്രൂരതയ്ക്കൊക്കെ കൂട്ടുനിൽക്കുന്നതെന്നാണ്. സൗദി മാത്രമല്ല, പല രാഷ്ട്രങ്ങളും. മുസ്ലിം ഉമ്മത്തിന്റെ ഇന്നത്തെ അവസ്ഥ ഞാൻ ചിന്തിക്കാൻ വേണ്ടി ഇന്ന് നമ്മൾ ചർച്ച ചെയ്തതാണ്. ഈ കണക്കിന് പോവുകയാണെങ്കിൽ എന്താവും? പടച്ചവൻ വിടുവോ? അല്ലാഹു സൂറത്തുൽ ഫജ്റിൽ വൽ ഫജ്രി വലയാലിൻ അശ്ർ, ഈ മാസത്തിന്റെ 10 രാത്രികൾ, ദുൽഹജ്ജിന്റെ 10, ദുൽഹജ്ജ് തീർന്നിട്ടില്ല, ദുൽഹജ്ജിന്റെ 10 രാവുകളെ സത്യം ചെയ്തുകൊണ്ട് പടച്ചവൻ പറയുന്നത് എന്താണെന്നറിയോ? ഒറ്റയെ സത്യം ചെയ്തു, പെട്ടയെ സത്യം ചെയ്തു, രാത്രികളെ സത്യം ചെയ്തു, പ്രഭാതത്തെ സത്യം ചെയ്തു, എല്ലാം സത്യം ചെയ്തിട്ട് അല്ലാഹ് പറയുന്നത് അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദിൻ ഇറമദാത്തിൽ ഇമാദ് എന്നാണ്. വലിയ വലിയ
കൊട്ടാരങ്ങൾ പണിത് അതിൻ്റെ ഉള്ളിൽ സുരക്ഷിതരാണ് എന്ന് വിചാരിച്ച് താമസിച്ചിരുന്ന ആദ്യ സമൂഹത്തെ ഇറംകാരെ താങ്കളുടെ റബ്ബ് എങ്ങനെ കൈകാര്യം ചെയ്തു നബിയെ തങ്ങൾ കാണുന്നുണ്ടോ? അല്ലാഹു തആല അതിൽ പറയുന്ന വിഷയം ഇതാണ്. ഇറം ലോകത്തെ ഏറ്റവും വലിയ ഏറ്റവും ആരോഗ്യം ഉണ്ടായിരുന്ന ജനതയാണ്. അല്ലാഹു തന്നെ പറയുന്നുണ്ട്, ഒരു നാട്ടിലും അത്രയും കരുത്തരെ ഞാൻ പടച്ചിട്ടില്ല. ശാരീരികമായ ക്ഷമതയിൽ, ആരോഗ്യത്തിൽ, വലുപ്പത്തിൽ, കഴിവിൽ, ശക്തിയിൽ ആദ്യ സമൂഹത്തെ പോലെ കടാകടിയന്മാരെ ലോകത്ത് ഞാൻ സൃഷ്ടിച്ചിട്ടേ ഇല്ല എന്ന് അല്ലാഹു തന്നെ പറയാണ്. അത്ര വലിയ മനുഷ്യർ. പക്ഷെ നിന്റെ റബ്ബ് തീരുമാനിച്ചപ്പോ അവരെന്തായി പോയി? നാൽക്കാലികൾ ചവച്ച് തുപ്പിയ വൈക്കോല് പോലെ അല്ല ഞാൻ അവരെ ആക്കി കളഞ്ഞെന്ന് ഖുർആൻ പറയുന്നത്. എത്ര നിസ്സാരന്മാരായ, അള്ളാഹു നോക്കിയാൽ സാറന്മാരെ ആരും വലുതല്ല, എല്ലാവരും ചെറുതാണ്. പടച്ചവനത് തീരുമാനിച്ചാൽ അല്ലാഹു തആലയ്ക്ക് നമ്മുടെയൊക്കെ വീടടിക്കാൻ വേണ്ടി ചൂല് കൊണ്ട് നടക്കുമ്പോ ഒരു എട്ടുകാലി അവിടെ നിന്ന് ബലം പിടിക്കുകയാണ്. നീ ചൂലും കൊണ്ട് വന്നോ, ഞാൻ പോകില്ല. ഒറ്റ സെക്കൻഡ് ഒന്ന് ഓടിച്ചു വിട്ടാൽ നീ എട്ടുകാലി ഉണ്ടാകില്ല, അതിന്റെ കൂടും ഉണ്ടാകില്ല. ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ അല്ലാഹു തആലയെ സംബന്ധിച്ചിടത്തോളം ലോകത്തെല്ലാം നിൽക്കുന്ന ശക്തിയുള്ള എട്ടുകാലികളാണ്. അള്ളാഹു വിചാരിക്കുന്ന സെക്കൻഡിൽ തൂത്തത് ക്ലിയറായി കളയും. നമ്മുടെ വിചാരിക്കും വലിയ സംഭവമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ആ ഡോമുണ്ട് ഈ ഡോമുണ്ട് മറ്റേതൊന്നും പഠിച്ചു ഒന്നുമില്ല. പടച്ചതമ്പുരാൻ എത്ര വലിയ ശക്തിയുള്ളവരാണ്. അള്ളാഹുവിന്റെ കഴിവിന്റെ മുമ്പിൽ, അവന്റെ ശക്തിക്ക് മുമ്പിൽ ഇതൊക്കെ വെറും മക്കടിക്ക ജാൽ എന്നൊക്കെ പറയും, ചിലന്തി വലകളാണ്. അള്ളാഹു വിചാരിക്കുന്ന സെക്കൻഡിൽ തൂത്ത് കളയും. ഒരു തടസ്സവും അള്ളാഹു തആലയുടെ കാര്യത്തിലില്ല. ഇത് പിൻഗാമികൾ പഠിക്കാൻ വേണ്ടി അള്ളാഹു ഖുർആനിൽ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നുണ്ട്. وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين طغوا في البلاد. താവട്ട് പറയുന്നത് എന്താ? വലിയ വലിയ കെട്ടിടങ്ങളിൽ പാർത്ത ആദ്യ സമൂഹത്തെ നാം എങ്ങനെ കൈകാര്യം ചെയ്തു ഇന്ന് നിങ്ങൾ പിൻഗാമികൾ നോക്കുന്നില്ലേ, കാണുന്നില്ലേ, നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ എന്റെ നടപടികൾ? പാറകൾ കൈകൊണ്ട് തുരന്ന് ഭവനങ്ങൾ ഉണ്ടാക്കിയവർ സമൂത് ഗോത്രക്കാർ. അവർക്ക് പിക്കാസും കൊടാലിയൊന്നും വേണ്ട പാറ തുറക്കാൻ, സ്വന്തം കൈകൾ മതി. എത്ര ശക്തിയായിരിക്കുമോ കൈകൾക്ക്. നമ്മൾ കാണുന്ന ഒരു പാറ ഏതെല്ലാം ആയുധങ്ങൾ വെച്ച് പൊട്ടിച്ചിട്ട് പോലും കൃത്യമായിട്ട് തുറക്കാൻ സാധിക്കുന്നില്ല. ഇന്നും ഇത്ര സാങ്കേതിക വിദ്യ ഉയർന്നിട്ട് പോലും ഒരു ശരിയായ ഷേപ്പോടുകൂടി പാറയൊരു ദ്വാരം ഇടാൻ നമുക്ക് സാധിക്കുന്നില്ല. അത് കയറി ഇറങ്ങിയിട്ടുണ്ടാവും. പക്ഷെ സമൂത് ഗോത്രക്കാർ പണിതേക്കുന്ന വീടുകൾ, സഹോദരന്മാർ, നിങ്ങൾ യാത്ര ചെയ്യണം. ഖുർആൻ പറഞ്ഞ പട്ടണങ്ങൾ നിങ്ങൾ യാത്ര ചെയ്യണം. നോക്കണം എത്ര സുന്ദരമായിട്ടാണ് സ്വന്തം കൈവിരൽ കൊണ്ട് പാറകളെ തുരന്ന് ഭവനം ഉണ്ടാക്കിയിരിക്കുന്നു. 2-3 നിലകൾ താഴേക്ക് മുകളിലേക്ക് കൈകൊണ്ട് തുറന്നാൽ അവർക്ക് പാറ മെഴുക പോലെയായി. അവർക്ക് പാറ അത്ര ശക്തന്മാരായിരുന്നു. ചിന്തിക്കാൻ പോലും നമുക്ക് സാധിക്കുന്നില്ല. അത്ര ശക്തന്മാർ മനുഷ്യരിലുണ്ടാകുമോ? ഖുർആൻ പറയാണ് എന്ന് പറഞ്ഞ പാറകളെ തുരന്ന് ഭവനങ്ങൾ ഉണ്ടാക്കി താമസിച്ചവര്. അള്ളാഹു അവരെ കൈകാര്യം ചെയ്തു. അള്ളാഹു അവര് ശക്തമായ ഒരു സ്ഫോടനം ആകാശഭാഗത്തു നിന്നുണ്ടായി. സമൂത് ഗോത്രക്കാര് അവരവരുടെ വീടുകൾക്കുള്ളിലേക്ക് കയറിയുന്ന അവർ വിചാരിച്ച വീടുകൾ അവർക്ക് കാവലായിക്കോളും. പാറ തുറന്ന വീടല്ലേ, കട്ടയൊന്നും വെച്ചതല്ലല്ലോ, ഇടിഞ്ഞൊന്നും പോകില്ലല്ലോ. അവരതിന്റെ ഉള്ളിലേക്ക് കയറി. അല്ലാഹു തആല ഒരു മലക്കിനെ വിട്ട്, ആകാശ ലോകത്ത് ഒരു മലക്കിനെ അയച്ചിട്ട് ഒരൊറ്റ അട്ടഹാസം, മലക്കിന്റെ ഒരു ശബ്ദം, ഘോരമായ ഒരു അട്ടഹാസം. അവര് സുരക്ഷിതമാണെന്ന് വിചാരിച്ച വീടുകൾക്കുള്ളിൽ അവർ ചത്തിരുന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഹൃദയങ്ങൾ തകർന്നു പോയി. ശബ്ദം താങ്ങാൻ മനുഷ്യന് സാധിക്കില്ല. അളവുണ്ട്, അതിനപ്പുറം പോയ മനുഷ്യരുടെ ഹൃദയങ്ങൾ ശബ്ദം താങ്ങൂല. അതിഭീകരമായ ശബ്ദങ്ങൾ താങ്ങാൻ മനുഷ്യന് സാധിക്കൂല. മനുഷ്യൻ അറ്റാക്ക് വന്ന് അപ്പോഴേ മരണപ്പെട്ടു പോകും. ഹൃദയങ്ങൾ പൊട്ടിപ്പോകും. ഈ ലോകത്തിന്റെ അന്ത്യം സംഭവിക്കുന്നത് ശബ്ദത്തിലൂടെയാണെന്ന് അള്ളാഹുവിന്റെ ഹബീബായ റസൂൽ നമുക്കൊക്കെ അറിയാം. ഒരു മലക്കിനെ അള്ളാഹ് ഏൽപ്പിച്ചേക്കുന്നത് കൈകൊണ്ട് എന്തെങ്കിലും ഇടിച്ചു പൊടിക്കാൻ വേണ്ടിയൊന്നുമല്ല, മറിച്ച് ഊതാൻ വേണ്ടിയാണ്. ശബ്ദമാണ്, ഒരു സൈറൻ.
72 മണിക്കൂർ നീണ്ടുവയ്ക്കുന്ന സൈറൻ, 72 മണിക്കൂർ, ബുധനാഴ്ച രാവിലെ തുടങ്ങി വെള്ളിയാഴ്ച അവസാനിക്കുന്ന ഒരു സൈറൻ. ഞാൻ ഒരിക്കൽ പറഞ്ഞു നിങ്ങളോട്, ഒട്ടകത്തിന് വെള്ളം കുടിപ്പിക്കാൻ വേണ്ടി ഒരു മണ്ണ് കൊണ്ട് ഒരു കുളം കെട്ടുന്ന അറബി ആദ്യം അത് കേൾക്കുന്നത് സയ്യിദുനാ റസൂലുള്ളാഹ്. അത്ര കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ അറബി മുകളിലേക്ക് നോക്കും, ഒരു ഗ്രാമീണനായ അറബി. എന്താ ഒരു ശബ്ദം, കുറച്ച് കഴിയുമ്പോൾ അത് കൂടിക്കൂടി വരും. ചരിത്രത്തിലൊക്കെ കാണാം, സൈറന്റെ ശബ്ദം കൂടിയ ആദ്യം മരിക്കുന്നൊരു മനുഷ്യരാണ്. മനുഷ്യർക്ക് അത്ര കഴിവുള്ളൂ. എത്ര മണിക്കൂറാ നമ്മുടെ സൈറൻ? 2 മിനിറ്റ് അടിച്ചാൽ അറിയാം ബുദ്ധിമുട്ടെന്താന്ന്. 72 മണിക്കൂർ ഒരൊറ്റ ജോലിയുള്ളൂ ഇസ്രാഫിൽ ഇസ്ലാമിന്. അവസാനം എത്ര വലിയ ശബ്ദമായിരിക്കും. യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർളി വസ്സമാവാതു മത്വിയാതും ബിയമീനി. ഖുർആൻ പറയുന്നുണ്ട്, ആ ശബ്ദം അങ്ങോട്ട് കൂടിക്കഴിഞ്ഞാൽ പർവ്വതങ്ങളൊക്കെ പഞ്ഞി പോലെ പറക്കും. വെറുതെ അല്ല, പർവ്വതങ്ങള് പഞ്ഞി പോലെ പറക്കുന്ന ദിവസം. അല്ലാഹു തആല അൽ ഖാരിഅയിൽ ആ വിഷയം പറയുന്നുണ്ട്. വതകൂനുൽ ജിബാലു കൽ ഇഹ്നിൽ മൻഫൂഷ്. ഇഹ്ൻ എന്ന് പറയുന്നത് പഞ്ഞി, മൻഫൂഷ് പറന്നു പോകുന്ന പഞ്ഞിയെ പോലെ കരിമ്പാറകളായി വരുന്ന ദിവസമാണ്. ശബ്ദമാണ് അവിടെ അല്ലാഹു തആല തകർക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. സമൂഹത്തിനെ തകർക്കാൻ അള്ളാഹു ശബ്ദം ഉപയോഗിച്ചു. അള്ളാഹുവിന് ധാരാളം പട്ടാളമുണ്ട്. പടച്ചവനെല്ലാം അള്ളാഹുവിൻ്റെതാണ്, സർവ്വ പട്ടാളങ്ങളും. ലോകമടക്കി ഭരിച്ച ഒരു രാജാവിന്റെ പേര് നമ്രൂദ് എന്നാണ്. ഇബ്രാഹിം നബിയുടെ കാലഘട്ടം അലൈഹിസ്സലാം. നമ്രൂദ് ഒരിക്കൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിയ ആർഭാടമായിരുന്നു. അള്ളാഹുവിനെ വെല്ലുവിളിച്ചു. ഭൂമി ലോകത്ത് സ്വർഗം പണിയാൻ വേണ്ടി കൽപ്പന കൊടുത്ത രാജാവാണ്. ലോകം മുഴുവൻ അടക്കി ഭരിച്ച 2 കാഫിറുകൾ. ഒരാള് നമ്രൂദ് ഒരിക്കൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മൂക്കിലൂടെ, അവന്റെ മൂക്കിലൂടെ കൊതുക് കയറിപ്പോയി. ഒരു കൊതുക്. അത് എത്ര ശ്രമിച്ചിട്ട് ഇറങ്ങിപ്പോയില്ല. അവന്റെ തലച്ചോറിലേക്ക് കടന്ന കൊതുക് 3 വർഷം ജീവിച്ചു അവിടെ. 3 വർഷം. ആ കൊതുക് വളർന്ന് വളർന്ന് ഒരു പുൽച്ചാടിയോളമായി എന്ന് കിതാബിൽ എഴുതിയിട്ടുണ്ട്. അവന്റെ തലച്ചോറ് തിന്നു. അസഹനീയമായ വേദന സഹിക്കാൻ പറ്റാതെ സ്വന്തം അനുചരന്മാരെ കാവലിന് നിർത്തിയ അനുചരന്മാരുടെ കയ്യിൽ വടികൾ കൊടുത്ത് തലക്കടിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു. അവസാനം ചരിത്രത്തിന്റെ ഭാഗമായി മാറിയ നമ്രൂദിനെ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. വലിയ അധികാരിയായിരുന്നു. അള്ളാഹുവിനെ മറന്നപ്പോൾ അള്ളാഹു തആല എന്ത് ചെയ്തു? കൈകാര്യം ചെയ്തു. ഇന്ന് ഇസ്രായേൽ ഭരിക്കുന്നത് നമുക്കറിയാം ആരാണെന്ന്. ഇതിനു മുമ്പ് ഒരുത്തർ ഇസ്രായേൽ ഭരിച്ചു. ഇതിന് തൊട്ട് മുമ്പ് ഷിമോൻ പെരസ് എന്ന അവന്റെ പേര്. 12 കൊല്ലത്തോളം ഓർമ്മയില്ലാതെ അവൻ ചെയ്ത ക്രൂരതയുടെ തിക്തഫലങ്ങൾ അനുഭവിച്ചുകൊണ്ട് 12 കൊല്ലത്തോളം ഓർമ്മയില്ലാതെ കയ്യിലെ കെട്ടഴിച്ചു വിട്ടാൽ സ്വന്തം മലം വാരി തിന്നുകൊണ്ട് ജീവിച്ചു. അള്ളാഹു പാഠപ്പെടുത്തി. കയ്യിലെ കെട്ടഴിച്ചു വിട്ടാൽ സ്വന്തം മലം വാരി തിന്നു. അവഹേളിതനായി. ഒരു നാടിന്റെ പ്രധാനമന്ത്രി, ആ നാടിന്റെ പ്രസിഡന്റൊക്കെ ആയിരുന്ന ഒരാളുടെ അവസ്ഥ പടച്ചവൻ ഒരാളെ കൈകാര്യം ചെയ്ത് എങ്ങനെ ഉണ്ടാവും? അള്ളാഹു കാക്കുമാറാവട്ടെ. സമാന ഇത് അള്ളാഹു തആല ആർക്കെങ്കിലും എഴുതി വെച്ചേക്കുന്നതല്ല. പടച്ചവനെ വെല്ലുവിളിക്കുന്നവർക്ക് അള്ളാഹു കൊടുക്കുന്ന ഉണ്ടോ? തൂണുകൾ നിർമ്മിച്ചു, അതിനകത്ത് മനുഷ്യനെ കെട്ടിയിട്ട് ചാട്ടവാറിനടിച്ച് പൊട്ടിച്ചിട്ട് പൊട്ടിയ സ്ഥലത്ത് മുളകൊടി തേച്ച് വെച്ചു. ഫിറൗൻ വലിയ തൂണുകൾ, സ്തൂപങ്ങൾ ഉണ്ടാക്കി അതേ മനുഷ്യരെ ബന്ധിപ്പിച്ചു. ചാട്ടവാറിന് പകല് മൊത്തം അടിച്ചു. രാത്രി ഉറങ്ങാതിരിക്കാൻ മുറിവിൽ മുളക് പൊടി തേച്ചു. സ്വന്തം ഭാര്യയെ പോലും നിഷ്ഠൂരമായി കൊന്നു തള്ളിയ ഫിറൗനെ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ സൂറത്തുൽ ഫജ്ർ അല്ലാഹു അവസാനം പറയുന്നുണ്ട്, ഫിർഔനൽ ഔതാദ് ലദീന തഗൗ ഫിൽ ബിലാദ്. കുഴപ്പമുണ്ടാക്കിയവൻ. എല്ലാവരും ഓർക്കുന്നതല്ല, നമ്മൾ ഓർക്കണം. ഇത് യൂതന്മാർക്ക് മാത്രമൊന്നുമല്ല, നമ്മൾ ഓർക്കണം. മനസ്സിന് ഒരു സന്തോഷമില്ലാത്ത ലോകത്ത് നമ്മൾ ജീവിക്കുന്നത്. അല്ലാഹുവിനെ ആരും വെല്ലുവിളിക്കരുത്. അധികാരത്തിന് വേണ്ടി ആരെയും കൊന്നുകളയാമെന്ന് ആരും വിചാരിക്കരുത്.
വിശന്ന ചെന്നായ്ക്കളെ ആട്ടിൻ കൂട്ടത്തിൻ്റെ മേൽ ഞാൻ ഭയപ്പെടുന്നത് പോലെയാണെന്ന എൻ്റെ ഉമ്മത്തികളിൽ അധികാര കൊതി വന്നാൽ അള്ളാഹു റസൂൽ പറഞ്ഞാൽ അധികാര കൊതി നല്ലതല്ല ആരിലും. നമ്മൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കണം. ഒരുപക്ഷെ ഇതൊക്കെ അള്ളാഹു കണ്ടു കഴിയുമ്പോൾ ഒരു നടപടിക്ക് സാധ്യതയുണ്ട് കുറേ ആയി കഴിയുമ്പോൾ. സൈനബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ നബി തങ്ങളോട് ചോദിച്ചു എന്നാ, നബിയെ ഞങ്ങളുടെ സാലിഹ്യങ്ങൾ ഒത്തിരി പേരുണ്ടല്ലോ, ഞങ്ങൾക്ക് വല്ല ശിക്ഷയും വരുമോ? അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ആ സാലിഹ്യങ്ങളുണ്ടെങ്കിലും തിന്മ വർദ്ധിച്ചാൽ ശിക്ഷ വരും. സാലിഹ്യങ്ങളുണ്ടാവും, പക്ഷെ തിന്മ വർദ്ധിച്ചു കഴിഞ്ഞാൽ ശിക്ഷ വരും. അടുത്ത തലമുറയെ നമ്മൾ നന്മയിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്നില്ലെങ്കിൽ ഭയങ്കര അപകടം. എല്ലാവരും തിന്മയില്ല. വളരെ ശ്രദ്ധിക്കുക. അല്ലാഹു തആല നമുക്ക് മനസ്സിലാക്കാനുള്ള ഭാഗ്യം നൽകുമാറാവട്ടെ. ഒന്ന് രണ്ട് പേര് ദുആ